നിലമ്പൂർ വനമേഖലയിൽ പോലീസും മാവോയിസ്റ്റും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 മാവോയിസ്റ്റുകൾ മരിച്ചു. പോലീസും മാവോയിസ്റ്റുകളും ഏറെ നേരം പരസ്പരം വെടിയുതിർത്തു. മാവോയിസ്റ്റുകൾക്കായുള്ള പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കെ.ടി. സ്വാലി ചേരുന്നു. സ്വാലി, തെരച്ചിൽ എങ്ങനെ തുടരുന്നു? ഇപ്പോഴും സംഘർഷഭരിതമായ അവസ്ഥയിലാണോ ഉള്ളത്? ആരൊക്കെയാണ്, ഏതൊക്കെ മാവോയിസ്റ്റുകളാണ് മരിച്ചത് എന്ന സൂചനകൾ ലഭ്യമാണോ? മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, ഉച്ചയ്ക്ക് 12:30 നിലമ്പൂർ വനമേഖലയിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത്. നിലമ്പൂർ മരിച്ചിരിക്കുന്നത് ആന്ധ്ര സ്വദേശികളാണ്. ദേവരാജ്, അജിത തുടങ്ങി 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒരാളുടെ പേര് ലഭ്യമായിട്ടില്ല. മാവോയിസ്റ്റ് സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ദേവരാജ്. രൂപേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം മാവോയിസ്റ്റ് സംഘത്തിന്റെ ദക്ഷിണ മേഖലയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. നാടുകാണി ദളമാണ് ഏറ്റുമുട്ടൽ നടത്തിയത്, പോലീസിന് നേർക്ക് വെടിയുതിർത്തത്. തുടർന്ന് പോലീസ് തിരിച്ചും വെടിവെക്കുകയായിരുന്നു. ആദിവാസി കോളനിയിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസും അതുപോലെ തണ്ടർ ബോൾട്ടും അങ്ങോട്ടെത്തിയത്. ഇതിനിടെ പോലീസിന് നേർക്ക് വെടിവെക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരം നീണ്ട വെടിവെപ്പിനൊടുവിലാണ് സംഘം പിരിഞ്ഞുപോയത്. ഇതിനിടെയാണ് ഇപ്പോൾ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാവോയിസ്റ്റ് സംഘങ്ങൾ ഇവരുടെ പ്രധാന കേന്ദ്രമായി, തന്ത്രപ്രധാന മേഖലയായി തന്നെ ഇപ്പോൾ നിലമ്പൂരിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു രഹസ്യാന്വേഷണ സംഘത്തിന് വിഭാഗത്തിന് റിപ്പോർട്ടുണ്ടായിരുന്നു. രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം പോലുള്ള വലിയ പരിപാടികൾ തന്നെ നിലമ്പൂർ വനമേഖലയിൽ ഇവർ സംഘടിപ്പിച്ചിരുന്നു. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പത്തിൽ വനത്തിലൂടെ കടക്കാവുന്ന ഒരു പോയിന്റായി, ഒരു കേന്ദ്രമായി തന്നെയാണ് ഇവർ നിലമ്പൂരിനെ തെരഞ്ഞെടുത്തിരുന്നത്. നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഇത്തരം സംഘങ്ങളുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഇന്റലിജൻസിന് വിവരമുണ്ടായിരുന്നു. നേരത്തെ തൊട്ടടുത്ത മുണ്ടക്കടവ് കോളനിയിലും പോലീസിന് നേരെ 1 മാസം മുമ്പ് ഈ സംഘം വെടിയുതിർത്തിരുന്നു. തുടർന്ന് സ്ഥിരമായി തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും സാന്നിധ്യം ഈ വനമേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് തെരച്ചിലിനെത്തിയ പോലീസുകാർക്കെതിരെ ആദ്യം സംഘം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പോലീസുകാരന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും വിവരമുണ്ട്. ഏതായാലും വെടിവെപ്പിൽ 3 പേർ മരിച്ചിരിക്കുന്നു. ധന്യ. കെ.ടി. സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തി അനിൽ അക്കര എം.എൽ.എ. തൃശൂർ DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് അനിൽ അക്കര ഇരയുടെ പേര് വെളിപ്പെടുത്തിയത്. ഒന്നിലധികം തവണയാണ് അനിൽ അക്കര ഇരയുടെ പേര് പറഞ്ഞത്. സിജി ദിൽജിത്ത് വിവരങ്ങളുമായി. ദിൽജിത്ത്, എപ്പോഴായിരുന്നു DCCയിലെ വാർത്താ സമ്മേളനം നടത്തിയത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി. ധന്യ, അല്പസമയത്തിന് മുമ്പാണ് വടക്കാഞ്ചേരി വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റ് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. DCC പ്രസിഡന്റ് PA മാധവനും ഒപ്പമാണ് അനിൽ അക്കര എം.എൽ.എ. വാർത്താ സമ്മേളനത്തിന് എത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണ വിധേയനായ CPM കൗൺസിലർ ജയന്തൻ അടക്കമുള്ള പ്രതികളെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെന്നും പോലീസിൽ നിന്ന് ഇതിനുള്ള സഹായങ്ങൾ ചെയ്തുവെന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് പത്രസമ്മേളനം ആരംഭിച്ച അനിൽ അക്കരെ പത്രസമ്മേളനത്തിനിടെ പല തവണ ഇരയുടെയും ഭർത്താവിന്റെയും പേര് വെളിപ്പെടുത്തിയ സംഭവമാണ് ലൈനിൽ തുടരുക. അനിൽ അക്കരയുടെ വാക്കുകളിലേക്ക് പോയതിനു ശേഷം ദിൽജിത്തിലേക്ക് തിരിച്ചെത്താം. പരാതിക്കാരി പറയുന്നത് ജയന്തനും കൂട്ടാളികളും നഗ്നരായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കള്ള ഫോട്ടോ ഉണ്ടാക്കി ഫോണിലൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റിലിട്ടു എന്നാണ്. ജയന്തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി ജയന്തന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. തുടരുക. ധന്യ, നമ്മളിപ്പോൾ കേട്ടതുപോലെ പലതവണ MLA വാർത്താ സമ്മേളനത്തിനിടയിൽ പരാതിക്കാരിയുടെയും ഭർത്താവിൻ്റെയും പേര് വെളിപ്പെടുത്തുകയുണ്ടായി. ആദ്യ തവണ ഇത്തരത്തിൽ യുവതിയുമായി ബന്ധപ്പെടുത്തി ആരോപണ വിധേയനായ കൗൺസിലർ ജയന്തൻ അടക്കമുള്ള പ്രതികൾ, ആരോപണ വിധേയരായ 4 പേർ, ഇവർക്കൊപ്പം വീട്ടമ്മയുടെ നഗ്നമായ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ യുവതിയുടെ ഭർത്താവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് വ്യക്തമാക്കുന്നതിനിടെയാണ് ആദ്യ തവണ അനിൽ അക്കര MLA
വീട്ടമ്മയുടെയും പരാതിക്കാരുടെയും അതോടൊപ്പം ഭർത്താവിൻ്റെയും പേര് വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നു. സാമ്പത്തിക തിരിമറികളിലേക്ക് ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് 2 വർഷം മുമ്പ് നടന്ന ഒരു ലൈംഗിക ആരോപണം, അതിനുശേഷം 2015 ഓഗസ്റ്റ് മാസത്തിൽ ഇത്തരത്തിലൊരു പരാതി വരുന്നു. ആ പരാതി നൽകിയ സമയത്തും പീഡന ആരോപണമായി തുടങ്ങിയ പരാതി വീണ്ടും സാമ്പത്തിക ആരോപണത്തിൽ എത്തിച്ചേർന്ന് കോടതിയിലെത്തിയപ്പോൾ 164 സ്റ്റേറ്റ്മെന്റിൽ സാമ്പത്തിക ആരോപണം മാത്രമാണെന്നും അത് പുറത്തുവെച്ച് ഒത്തുതീർപ്പാകാമെന്നുള്ള രീതിയിൽ യുവതി അവിടെ 164 കൊടുത്തിരുന്നു. ഈ ഒരു 164നെ കുറിച്ചുള്ള സംസാരത്തിനിടെയാണ് അനിലക്കര MLA 2ാം തവണയും ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നത്. ഇരയും ഈ ആരോപണ വിധേയനായ കൗൺസിലർ ജയന്തനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജയന്തൻ പണം കടം കൊടുത്തിരുന്നു. അതുമാത്രമല്ല, ഈ യുവതി ജയന്തൻ്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചതിൻ്റെ തെളിവുകൾ ഉണ്ട്. അത് തിരൂരിലെ ബാങ്ക് അക്കൗണ്ടിൽ ജയന്തൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ വ്യക്തമാക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇരയുടെ പേര് വീണ്ടും അനിലക്കര MLA വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ പത്രസമ്മേളനത്തിലുടനീളം നിരവധി തവണ യുവതിയുടെ ഭർത്താവിൻ്റെയും യുവതിയുടെയും പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അനിലക്കര MLA പത്രസമ്മേളനം പൂർത്തിയാക്കിയത്. ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ പലതവണ ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിലെ നടപടി ഉണ്ടാകാത്തതിനെ പറ്റിയും മറ്റും അനിലക്കര MLA നിരവധി തവണ പറഞ്ഞിരുന്നു. അതിനിടെ തന്നെയാണ് അനിലക്കര MLA തന്നെ ഇത്തരത്തിൽ യുവതിയുടെ പേരും യുവതിയുടെ ഭർത്താവിൻ്റെ പേരും നിരവധി തവണ വെളിപ്പെടുത്തി. ദിൽജിത്ത് തുടരുക. ഇപ്പോൾ ബാസുരേന്ദ്ര ബാബു ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇവിടെ MLA തന്നെ നേരത്തെ ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതുമായി ഇടപെട്ട് വളരെ ഏറെ പ്രതികരിച്ച ഒരു MLA തന്നെയാണ് ഇപ്പോൾ പ്രതിയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് വാർത്തയോട് പ്രതികരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് MLA ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. എങ്കിലും താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേസ് സജീവമായി ഇപ്പോൾ അന്വേഷണത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുതായിരുന്നു. ഇരയുടെ പേര് ആ നിലയ്ക്ക് പറയാനുള്ള അവകാശം ആർക്കും ഇല്ലാതായിരിക്കുന്നത് പുതിയ നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട നിയമത്തിന്റെ പിന്തുണയോടെയാണ്. അങ്ങനെ ഒരു നീതി വ്യവസ്ഥ രൂപപ്പെടുന്നത് സ്ത്രീക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയാണ്. അത് സ്ത്രീക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ പക്ഷത്ത് നീതിന്യായ വ്യവസ്ഥ ലോകസമക്ഷം നിലനിൽക്കുന്നു എന്ന നിലയ്ക്ക് പ്രഖ്യാപിക്കുന്നതിനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഐഡന്റിറ്റി പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് ഐഡന്റിറ്റി തിരിച്ചറിയുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന്, ദില്ലിയിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ നമ്മൾ നിർഭയ എന്നാണ് വിളിച്ചത്. പക്ഷെ ഐഡന്റിറ്റി പൂർണ്ണമായി അറിയാമായിരുന്നു. അമ്മയാരാണ്, അച്ഛനാരാണെന്നറിയാം, എവിടെ പഠിച്ചു എന്നറിയാം, എവിടെയാണ് വീടെന്നറിയാം. അങ്ങനെ പറയുമ്പോൾ സ്ത്രീയുടെ പേര് പറയാമല്ലോ. അപ്പോഴും നമ്മൾ അവരുടെ പേര് പറഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അങ്ങനെ പറയാതിരിക്കുന്നതിനുള്ള കാരണം നിയമത്തിന്റെ പരിരക്ഷയാണ്. ഇപ്പോൾ MLA അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഉല്ലംഘിച്ച് അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് ലഭിക്കേണ്ട നിയമപരമായ പരിരക്ഷയെ അദ്ദേഹം അപമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ കേസെടുക്കാൻ ബാധ്യസ്ഥമായൊരു കുറ്റകൃത്യം തന്നെയാണ് അനിലക്കര ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇപ്പോൾ താങ്കൾ പറഞ്ഞ അവസ്ഥ പരിശോധിക്കുമ്പോൾ. വളരെ നന്ദി ശ്രീ ബാസുരേന്ദ്ര ബാബു ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. ദിൽജിത്ത് തന്നെ ടെലിഫോണിൽ ചേരുകയാണ്. ദിൽജിത്ത്, ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അനിലക്കര MLAയോട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയുണ്ടായോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുകയുണ്ടായോ? ധന്യ, അത്തരത്തിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ അതിവേഗം ഇത്തരത്തിൽ പേരുകൾ പറഞ്ഞു പോയതിനിടെ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ പേരുകൾ തിരിച്ചറിയുകയോ ആ സമയത്ത് ഇടപെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പത്രസമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ പേരുകൾ വെളിപ്പെടുത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും വീണ്ടും പരിശോധിച്ച ശേഷമാണ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്താ സമ്മേളനം കവർ ചെയ്ത വിഷ്വലുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ MLA പലതവണ ഇത്തരത്തിൽ പേരുകൾ ആവർത്തിച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് MLAയുടെ പ്രതികരണം
പ്രതികരണത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ MLA പ്രതികരണം ലഭ്യമായിട്ടില്ല. ഏതായാലും പല തവണ ഇത്തരത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ടെലിഫോണിൽ ചേർന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമമുള്ള സ്ഥിതിക്ക് നേരത്തെ തന്നെ രാധാകൃഷ്ണൻ പേര് വെളിപ്പെടുത്തിയത് വലിയൊരു വിഷയം തന്നെയായിരുന്നു. ഇപ്പോൾ അനിൽ അക്കരെ MLA ഇരയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ നിയമവശങ്ങൾ? അത് ശരിയായ നടപടിയല്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. MLA ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീപീഡന കേസുകളെ സംബന്ധിച്ചുള്ള ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നിയമപരമായ വിലക്കുള്ളതാണ്. മാത്രമല്ല സൂചന മര്യാദയ്ക്ക് നിരക്കുന്ന കാര്യവുമല്ല. ഈ അനിൽ അക്കരെ MLA വളരെ നാളുകളായിട്ട് ഈ പീഡനത്തിനിരയായ സ്ത്രീയുടെ ഒരു വക്താവായിട്ട് സംസാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഭാവിക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ശ്രീ കെ രാധാകൃഷ്ണനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ആ രീതിയിലാണെങ്കിൽ ഇപ്പോൾ അനിൽ അക്കരെ ചെയ്തിരിക്കുന്നതും അതേ സമാനമായ സംഭവമാണ്. അപ്പോൾ അനിൽ അക്കരയ്ക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും അനിൽ അക്കരയ്ക്കെതിരെ ആരെങ്കിലും പരാതിപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് കേസെടുക്കേണ്ടതായിട്ട് വരും. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ദിൽജിത്തിലേക്ക് തന്നെ പോകുന്നു. ദിൽജിത്ത്, ഇക്കാര്യത്തിൽ തൃശ്ശൂരിലെ ഇല്ലെങ്കിൽ DCCയിലെ ഏതെങ്കിലും അംഗത്തിന്റെ പ്രതികരണം ഇല്ലെങ്കിൽ അനിൽ അക്കര എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനൊരു വിശദീകരണം ലഭിക്കുകയുണ്ടായോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം എന്താണ്? ധന്യ, ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശൂർ DCC പ്രസിഡന്റ് PA മാധവന്റെ സാന്നിധ്യത്തിൽ മറ്റ് മുതിർന്ന നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലാണ് തൃശൂർ DCCയിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയത്. ആ ഒരു പത്രസമ്മേളനത്തിൽ DCC അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ തന്നെ നിരവധി തവണ അനിൽ അക്കരെ MLA ഇരയുടെ പീഡനത്തിന് ഇരയായ യുവതിയുടെ പേര് പലതവണ വെളിപ്പെടുത്തിയിട്ടും DCC പ്രസിഡന്റ് PA മാധവൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് യുവ നേതാക്കൾ ഇതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. 5-ലധികം നേതാക്കളാണ് ഡൈസിൽ ഉണ്ടായിരുന്നത്. ഇത്രയിലധികം നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും MLA ഇത്തരത്തിൽ പല തവണ കയ്യിൽ തയ്യാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്രക്കുറിപ്പ് വിശദീകരിക്കുന്നതിനിടയിൽ പലതവണ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തിയ സമയത്ത് ആരും തന്നെ ഇതിൽ ഇടപെടാനോ ഇത്തരത്തിലൊരു പേര് പറയുന്നതിനെ വിലക്കാനോ ഒന്നും തന്നെ ഒപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാവ് PA മാധവൻ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പേരുകൾ വെളിപ്പെടുത്തിയിരുന്ന ഒരു സംശയത്തിന്റെ പേരിലാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുൻപ് MLA സംസാരിച്ച വീഡിയോ ടേപ്പുകൾ പരിശോധിക്കുകയും അതിനിടയിൽ ഇത്തരത്തിൽ MLA നിരവധി തവണ പത്രസമ്മേളനത്തിനിടെ പേരുകൾ വെളിപ്പെടുത്തി എന്ന കാര്യം നമുക്ക് വ്യക്തമാക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ MLAയുടെ പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം മുതിർന്ന നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അവരുടെ ആരും തന്നെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും വടക്കാഞ്ചേരി പീഡന ആരോപണം ഉയർന്നു വന്ന ശേഷം ഈ പരാതിക്കാരിക്കൊപ്പം നിരവധി തവണ സമരവുമായി രംഗത്തെത്തുകയും കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അനിൽ അക്കരെ MLA പ്രത്യേകിച്ച് നിയമസഭയിലടക്കം ഈ പരാതിയുമായി രംഗത്ത് എത്തുകയും നടപടികൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള അനിൽ അക്കര MLA തന്നെ ഇത്തരത്തിൽ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് CPIM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഈ കേസിൽ ആരോപണ വിധേയരായ CPM പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി മാധ്യമങ്ങളോട് വിവരിക്കുന്നതിനിടെ ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരത്തിൽ കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും അതിൻ്റെ അന്വേഷണം നടന്നു വരികയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന ആളുകളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട 228A വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ് ലഭിക്കുക എന്ന കാര്യം MLA അടക്കമുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പരാതി MLAയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഈസ്റ്റ് പോലീസിന് ലഭിക്കുകയും അതിൻ്റെ പരാതി DGP അടക്കമുള്ള ആളുകൾക്ക് നൽകുകയും തുടർന്ന് ഇത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവം നിലനിൽക്കെ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പ്രത്യേകിച്ച് ഇരയ്ക്കൊപ്പം നിൽക്കുകയും ഇരയ്ക്ക് വേണ്ടി വാദിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ട് രംഗത്തെത്തുകയും കേസിൽ സമ്മർദ്ദം ചെലുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള അനിൽ അക്കരെ MLA വീണ്ടും ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുകയും വീണ്ടും വിവാദത്തിലായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതോട് അനിൽ അക്കരെ MLAയുടെ പ്രതികരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ദിൽജിത്ത് പറഞ്ഞതുപോലെ വളരെ ശക്തമായി ഇതിനെതിരെ നേരത്തെ കെ രാധാകൃഷ്ണന്റെ കേസിൽ പോലും വളരെ ശക്തമായി പ്രതികരിച്ച ഒരു MLA കൂടിയാണ്. മാധ്യമങ്ങളിൽ പോലും അദ്ദേഹം വളരെ
ദേഷ്യത്തോടെയും ഇല്ലെങ്കിൽ അത്രയും ശബ്ദമുയർത്തി അദ്ദേഹം അതിനെതിരെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു MLA ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായും ധന്യ, ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നൊരു സംഭവം പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു റിലീസ് തയ്യാറാക്കി കൊണ്ടുവന്നാണ് MLA വാർത്താ സമ്മേളനം നടത്തിയത്. ആ ഒരു പത്രസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത്. അത് ഒന്നല്ല, ഒരുപാട് തവണ വെളിപ്പെടുത്തുകയും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നത് തടയുന്ന നിയമപ്രകാരം IPC 228A വകുപ്പ് പ്രകാരം കേസ് എടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് MLA ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് മുൻപ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ അനിൽ അക്കര MLA കാര്യത്തിലാണെങ്കിൽ MLA ഒരു ജനപ്രതിനിധിയാണ്, നിയമസഭാ സാമാജികനാണ്. അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മുൻപ് കേസിനെ പറ്റി അറിയാം, ഇതിൻ്റെ ചരിത്രങ്ങൾ അറിയാം. അതോടൊപ്പം K രാധാകൃഷ്ണനെതിരെ കേസെടുത്ത സംഭവങ്ങളും അതിനിടെയായ സാഹചര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമായി അറിയാവുന്ന MLA ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ച് ബോധപൂർവമോ അല്ലാതെയോ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തി. അതിൽ ഒന്നിലധികം തവണ നടത്തിയിരിക്കുന്നു. അത് തിരുത്താനുള്ള നടപടികൾ ഇത്ര സമയമായിട്ടും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ 228A ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അനിൽ അക്കര MLAക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് പോലീസിന് അത് സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അനിൽ അക്കര തയ്യാറാക്കി കൊണ്ടുവന്ന ഈ പത്രസമ്മേളന കുറിപ്പിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തിയ K രാധാകൃഷ്ണനെതിരെ നടപടി വൈകിപ്പിക്കുന്ന പോലീസിന് എതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഒരു പത്രസമ്മേളനത്തിൽ തന്നെയാണ് അനിൽ അക്കര MLA ഇരയുടെയും ഇരയുടെ ഭർത്താവിൻ്റെയും പേര് പലതവണ ആവർത്തിച്ച് വെളിപ്പെടുത്തിയത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വടക്കാഞ്ചേരി പീഡനക്കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തി അനിൽ അക്കര MLA തൃശൂർ DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അനിൽ അക്കര ഇരയുടെ പേര് വെളിപ്പെടുത്തിയത്. ഒന്നിലധികം തവണ അനിൽ അക്കര ഇരയുടെ പേര് പറഞ്ഞു. വിശദാംശങ്ങളാണ് CG ദിൽജിത്ത് നൽകിയത്. വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ബാങ്കുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. നോട്ട് പിൻവലിച്ചതിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് തിങ്കളാഴ്ച LDF ഹർത്താൽ ആചരിക്കുന്നത്. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂറാണ് ഹർത്താൽ. ആശുപത്രി, പാൽ, പത്രം എന്നീ അവശ്യ സേവനങ്ങൾക്കൊപ്പം ബാങ്കുകളുടെ പ്രവർത്തനത്തെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിലും പ്രധാനമന്ത്രിയെ കാണാൻ അഖിലകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് പ്രത്യേക സമ്മേളനം ചേർന്ന് സംസ്ഥാന നിയമസഭ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനമറിയിക്കാൻ ഡൽഹിക്ക് പോകാനിരുന്ന സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി സന്ദർശനാനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിന് അനുമതി നിഷേധിച്ചത് എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണെന്നും LDF കൺവീനറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നോട്ട് പ്രതിസന്ധിയിൽ ഇടതു പാർട്ടികൾ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂടിയാണ് ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.